നേസൽ പോളിപ്പ്, നാസാർഷസ്, അതായത് മൂക്കിനകത്ത് ദശ വളരുക എന്ന് പറയില്ലേ, അതിന്റെ ഫലമായിട്ട് സൈനസൈറ്റിസും തുമ്മലും ചീറ്റലൊക്കെ ആയിട്ട് നടക്കുന്നില്ലേ, ഇത് ശമിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഔഷധ സസ്യം. അതുപോലെ അതിസാരം, ലൂസ് മോഷൻ, ഇനി അതല്ലെങ്കിൽ ചുമ, ഇനി അതല്ലെങ്കിൽ ചെവി വേദന, ഇനി കെമിക്കൽ മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും BP-ക്കോ അങ്ങനെ മറ്റു അസുഖങ്ങൾക്കൊക്കെ തുടർച്ചയായിട്ട് കെമിക്കൽ മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ച് കാൽപാദങ്ങളിൽ കൺതടത്തിലൊക്കെ നീര് വരിക, ഇത്തരം അവസ്ഥകളിൽ. ഇനി അതല്ലെങ്കിൽ കിഡ്നി സ്റ്റോണ്, മൂത്രനാളി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇത്തരം രോഗാവസ്ഥകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നമ്മുടെ പറമ്പുകളിലും പാടശേഖരങ്ങളിലൊക്കെ ധാരാളമായിട്ട്, അപൂർവ സസ്യം എന്നല്ല, ധാരാളമായിട്ട് കാണുന്ന ഒരു ഔഷധ സസ്യത്തെ പരിചയപ്പെടാം. ഇതിന്റെ പേര് കടലാടി എന്ന് വിളിക്കും. കടലാടി, അപാമാർഗം എന്നാണ് സംസ്കൃതത്തിൽ പേര്. നമ്മുടെ പറമ്പിലൊക്കെ ഇറങ്ങി പോയി കഴിഞ്ഞാലേ ഇതുണ്ടെങ്കിൽ നമ്മുടെ വസ്ത്രങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കും, ഉറപ്പാണ്. അതിന്റെ വിത്ത് വിതരണം, പരാഗണം നടത്തുന്നത് അങ്ങനെയാണ്, മനസ്സിലായോ? അപ്പൊ അത് ഇങ്ങനെ പറമ്പുകളിലൊക്കെ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ്, കാട് പോലെ പടർന്നു പിടിച്ച് വരും. തൈ ഇവിടെ കാണിക്കാം കേട്ടോ, വീഡിയോയുടെ അവസാനം കാണിക്കാം. ഇതിന് അപാമാർഗം എന്നാണ് സംസ്കൃതത്തിൽ പേര്. അക്കിരാന്തസ് ആസ്പെര എന്നാണ് നമുക്ക് ബൊട്ടാനിക്കൽ നെയിം. മലയാളത്തിൽ നമ്മൾ കടലാടി, ചെറുകടലാടി എന്നൊക്കെ വിളിക്കില്ലേ, ഈ സംഗതി. ഇത് ഒരുപാട് ഔഷധങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്, മനസ്സിലായോ? ഇതിന്റെ വേരും സമൂലമായിട്ടൊക്കെ ഉപയോഗിക്കാം. നമ്മൾ ഈ ലൂസ് മോഷൻ, ഇടയ്ക്കിടയ്ക്ക് വയറിളക്കം വരുന്ന അവസ്ഥയില്ലേ, അപ്പം എന്താ ചെയ്യേണ്ടത് അറിയോ? ഇതിന്റെ ഇല ഉണക്കി പൊടിക്കുക. ഇലയുണ്ടല്ലോ, അപാമാർഗം എന്ന് പറയുന്ന കടലാടിയുടെ ഇല ഉണക്കി നൈസായിട്ട് പൊടിച്ചത് തേനിൽ ചാലിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ വീതം ദിവസം 4 പ്രാവശ്യം, 4-5 നേരം കൂടെ കഴിക്കുക. 4 പുരട്ടി അലിയിച്ചിറക്കുക. ഇതിന്റെ ഇല ഉണക്കി പൊടിച്ചത് നിഴലിൽ ഉണക്കണം. അത് നന്നായിട്ട് ഫൈൻ പൗഡർ ആക്കി സൂക്ഷിക്കുക. അത് ഇച്ചിരി തേനും കൂടെ ചാലിച്ചിട്ട് ഒരു 4-5 നേരം നാക്കിൽ പുരട്ടി ഇങ്ങനെ അലിയിച്ചിറക്കിയാൽ കൂടെ വയറയഞ്ഞു പോവുക, ലൂസ് മോഷൻ ഉണ്ടാവുക, ഇത്തരം അവസ്ഥ ശമിക്കുന്നതിന് സഹായിക്കുന്നു. ഓക്കെ, ഇനിയുണ്ട് ഒട്ടനവധി വിഭവങ്ങൾ. അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയട്ടെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ദിവസേന ലഭിക്കും. ഓക്കെ, ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ തീക്ഷ്ണ ഗുണമാണ്, ഉഷ്ണവീര്യ, കടു വിഭാഗമാണ്, അതുപോലെ കടു തിക്ത രസങ്ങളാണ്. അതാണ് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ്. ഓക്കെ, പിന്നെ ഇത് വിഷഹരത്വം ഉണ്ട്, ഇതിന് വിഷഹര സ്വഭാവമുണ്ട്. അതുപോലെ നീർക്കെട്ടിന് ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു. അതുകൊണ്ടൊക്കെയാണ് മറ്റ് കെമിക്കൽ മെഡിസിൻസ് ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അമിതമായിട്ടുള്ള ഉപയോഗങ്ങൾ വഴി കാൽപാദത്തിലും മുഖത്തും കൺതടത്തിലൊക്കെ നീര് വരിക, കിഡ്നിനെയോ ലിവറിനെയോ ഒക്കെ എഫക്ട് ചെയ്യില്ലേ, സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പൊ അത്തരം അവസ്ഥകളെ ശമിപ്പിക്കുന്നതിന്, അതല്ലെങ്കിൽ അത് ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്ന ആയുർവേദ ഒറ്റമൂലികളിൽപ്പെട്ട ഒരു ഔഷധമാണിത്. പക്ഷെ ഇത് പ്രയോഗിക്കുമ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിച്ചാൽ മതി. ഇത് ചില അവസ്ഥകളിൽ ഉപയോഗിക്കാൻ പാടില്ല. അതായത് പ്രസവ സമയത്ത് ഗർഭിണികൾ ഉപയോഗിക്കരുത്. 7 മാസത്തിന് മുമ്പ് ഗർഭകാലത്ത് കഴിക്കാതിരിക്കുകയാണ് നല്ലത്. ഈ നാസാർഷസ്, നേസൽ പോളിപ്പ് എന്ന് വിളിക്കുന്ന മൂക്കിൽ ദശ വളരുന്ന അവസ്ഥയിൽ എങ്ങനെ ഉപയോഗിക്കറിയോ? അതിനായിട്ട് ഇതിന്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുക. ഇല ഇടിച്ചു പിഴിഞ്ഞ് നീര് 2 തുള്ളി വീതം ദിവസേന മൂക്കിൽ വലിക്കുകയാണെങ്കിൽ ആ മൂക്കിൽ ദശ വളരുക, അതുവഴി സൈനസൈറ്റിസ്, മൂക്കടപ്പ്, തുടർച്ചയായിട്ട് തുമ്മല്, ശ്വാസം എടുക്കാൻ പ്രയാസം, ഇത്തരം അവസ്ഥകൾ ശമിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇത് സമൂലം പറിച്ച് കഷായം വെച്ചിട്ട്, അതായത് സമൂലം പറിച്ച് ചതച്ചിടുക, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 10-60 ഗ്രാം എടുക്കണം. ഒരു 60 ഗ്രാം, അതൊരു 1200 മില്ലി വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് 4 വറ്റിച്ച് ആ ചണ്ടി അരിച്ചു മാറ്റിയതിനു ശേഷം വീണ്ടും മരിച്ചു കുറുക്കി പകുതിയാക്കി, അതായത് 1200 മില്ലി 300 ml ആയിട്ടും അതിനുശേഷം അരിച്ചെടുത്തിട്ട് വീണ്ടും വറ്റിച്ച് 150 മില്ലി ആക്കുക. അതിൻ്റെ ഒരു 75 മില്ലി വീതം രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് പതിവായിട്ട് സേവിക്കാമെങ്കിൽ ഈ പലതരം സൈഡ് എഫക്ട്സ് വഴി, അതല്ലെങ്കിൽ കെമിക്കൽ മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പെസ്റ്റിസൈഡ്സ് വഴി, ഫെർട്ടിലൈസേഴ്സ് വഴിയൊക്കെ നമുക്ക് ഫാറ്റി ലിവർ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, കൺതടത്തിലും മുഖത്തിലും കാൽപാദങ്ങളിലൊക്കെ നീര് വരിക, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണ്, ഇത്തരം അവസ്ഥകളിലൊക്കെ ഈ കഷായം പതിവായിട്ട് സേവിക്കുന്നത് സഹായകവും. ഓക്കെ, അപ്പോൾ നാസാർഷസ് എന്നാണ് സംസ്കൃതത്തിൽ വിളിക്കുക. നേസൽ പോളിപ്പ് എന്ന് ഇംഗ്ലീഷിൽ. മൂക്കിൽ ദശ വളരുക നിങ്ങൾ പച്ച മലയാളത്തിൽ പറയും. ഇതിനെ ഇടിച്ചു പിഴിഞ്ഞ ഇലയുടെ നീര് മൂക്കിൽ നസ്യം ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ നാസാർഷസ്, നേസൽ പോളിപ്പ് ചുരുങ്ങി പോകുന്നതിന് സഹായിക്കുന്നു. ഓക്കെ, നേരത്തെ പറഞ്ഞ രീതിയിൽ കഷായം തയ്യാറാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ കിഡ്നി സംബന്ധമായ, കരൾ സംബന്ധമായ എല്ലാ രോഗാവസ്ഥകളെയും നിയന്ത്രിച്ചു നിർത്തുന്നതിന് സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 ഉപയോഗമില്ലേ. ഇനി ഇതിന്റെ പൂവുണ്ടല്ലോ, പൂ ഇങ്ങനെ നീണ്ട തണ്ടിലിങ്ങനെ നിറച്ച് പൂക്കൾ, വിത്ത് ഇങ്ങനെ ഫലം ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ടാവും. അതിങ്ങനെ ഉരിഞ്ഞെടുക്കുക. അത് നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ തേനും ചേർത്ത് ചാലിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ, കൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വരണ്ട ചുമ, ഡ്രൈ കഫ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ശമിക്കുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ ആ വരണ്ട ചുമയ്ക്ക് ഇതിന്റെ പൂവ് അരച്ചെടുത്തത് തേനിൽ ചാലിച്ച് പലവട്ടമായിട്ട് കഴിക്കുക. അതുപോലെ ഇതിന്റെ ഇല ഉണക്കി പൊടിച്ച പൊടി തേനും ചാലിച്ച് പലവട്ടമായിട്ട് കഴിച്ചാൽ ലൂസ് മോഷൻ നിയന്ത്രിച്ച് നിർത്താം.
ഇല ഇടിച്ചു പിഴിഞ്ഞ് സ്വരസം നസ്യം ചെയ്യുകയാണെങ്കിൽ നേസൽ പോളിപ്പ് നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കുന്നു. അതുപോലെ ഇത് സമൂലം കഷായം വെച്ച് കഴിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ശരീരത്തിൽ ഉണ്ടാകുന്നു, വിഷപദാർത്ഥങ്ങൾ ശരീരത്തിൽ വരിക വഴി ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, നീർക്കെട്ട്, കാൽപാദത്തിലോ മുഖത്തിലോ ഒക്കെ നീര് വരിക, കൺതടത്തിൽ നീര് വരിക, കിഡ്നിക്കോ ലിവറിനോ ഒക്കെ ബാധിക്കുക, ഇത്തരം അവസ്ഥകളിൽ ഈ കഷായം പതിവായിട്ട് സേവിക്കുന്നത് സഹായകമാവും. ഇനി നിങ്ങൾക്ക് ഒരു പ്രയോഗം കൂടെ പറഞ്ഞുതരാം. അതായത് ചെവി വേദന, ചെവിയിൽ പഴുപ്പും ഊസിങ്ങൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയില്ലേ, ആ സമയം അത്തരം അവസ്ഥ ഉപയോഗിക്കാൻ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടിച്ചു പിഴിഞ്ഞ് നമ്മൾ ഒരു വെള്ളത്തിൽ കലക്കിയിട്ട് ഊറാനായിട്ട് വെക്കുക ഒരു രാത്രി മുഴുവൻ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ആ ഊറലും ഇതിൻ്റെ ഈ തെളിയും കൂടിയിട്ട് നമ്മൾ എണ്ണയും ചേർത്ത് കാച്ചുക. അങ്ങനെയും ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഇത് സമൂലം പറിച്ചു ഉണക്കി കരിച്ചെടുത്ത കരി വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളം തെളിച്ചെടുക്കുക, ഇതിൻ്റെ ഊറൽ കലക്കായിട്ട് ചേർത്ത് എണ്ണയും ചേർത്ത് കാച്ചി അരിച്ചെടുക്കുന്ന എണ്ണ 2 തുള്ളി 2 ചെവിയിൽ ഇറ്റിക്കുകയാണെങ്കിൽ ചെവി പഴുപ്പ്, ചെവി വേദന, ചെവി അടപ്പ്, ചെവി മൂളൽ ഇത്ര അവസ്ഥയൊക്കെ ശമിക്കുന്നതിനും സഹായകമാവുന്നുണ്ട്. അപ്പോൾ ഒരൊറ്റ സസ്യം കൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളല്ലേ. കടലാടി നമ്മുടെ പറമ്പുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങളിത് കണ്ടറിയും. ഇതിന്റെ സസ്യത്തിന്റെ ചിത്രം ഞാൻ അവസാനം കാണിക്കാം കേട്ടോ. അക്കിരാന്തസ് ആസ്പെര എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. ഉഷ്ണവീര്യ കടു വിഭാഗം. ഓക്കെ, അതാണ് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ്. തീക്ഷ്ണ ഗുണമുണ്ട്, തിക്ത കടു രസാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ഈ വിഷഹരത്വവും അതുപോലെ നീർക്കെട്ടിനെ കളയാനുള്ള പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ മറ്റ് മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കുറയ്ക്കുന്നതിന് പല BP-ക്കൊക്കെ തുടർച്ചയായിട്ട് നിങ്ങൾ മരുന്നുകൾ അല്ലെങ്കിൽ സ്റ്റിറോയിഡുകളൊക്കെ തുടർച്ചയായിട്ട് ഉപയോഗിച്ചിട്ട് കിഡ്നിക്കോ ലിവറിനെയോ ഒക്കെ ബാധിക്കുമ്പോൾ അതിനെ ഇല്ലാതാക്കുന്നതിനോ നിയന്ത്രിച്ച് നിർത്തുന്നതിനോ ഇത് കടലാടി സമൂലം കഷായം വെച്ച് കഴിക്കുന്നത് സഹായിക്കുന്നു. ഓക്കെ, ഇത് മാത്രം മതിയാവോ അതല്ലെങ്കിൽ ഇത് പാടില്ലാത്ത അവസ്ഥകളുണ്ടോ എന്ന് അറിയാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ച് നേരിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കണം എന്ന് നിർദ്ദേശിക്കുന്നു. ഓക്കെ, ഗർഭിണികളൊക്കെ 7 മാസത്തിന് മുൻപ് ഇത് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. ഓക്കെ, നേസൽ പോളിപ്പിനൊക്കെ വളരെ ഫലപ്രദമാണ്. ഈ സ്വരസം നസ്യം ചെയ്താൽ 2 തുള്ളി രാവിലെ വെയിൽ ചൂടാവുന്നതിന് മുമ്പ് 2 മൂക്കിലും പതിവായിട്ട് നസ്യം ചെയ്യുക. അപ്പോൾ ഈ നാസാർഷസ്, നേസൽ പോളിപ്പ്, സൈനുസൈറ്റീസ് എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്ന രോഗാവസ്ഥയ്ക്ക് ശമനം കിട്ടുന്നതിനും മൂക്കൊക്കെ തുറന്ന് നല്ല ഫ്രഷ് എയർ ശ്വസിക്കുന്നതിനുള്ള ഭാഗ്യം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആദ്യം തൊട്ട് ആവർത്തിച്ച് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഡെയിലി രാത്രി 9 മണിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ നാളെ രാത്രി 9 മണിക്ക് വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.